ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. രാമായണ ആരംഭത്തിൽ കവിയുടെ മംഗളാചരണം കഴിഞ്ഞ് കവിക്ക് വേണ്ടി ആഖ്യാനം ചെയ്യുന്ന ശാരിക പൈതലിൻ്റെ പൈങ്കിളിയുടെ ദേവതാവന്ദന ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ ഗണപതിയെയും സരസ്വതിയെയും വന്ദിച്ചു, പ്രാർത്ഥിച്ചു. ഭാരതി പദാവലി തോന്നേണം കാലേ കാലേ. ഭാരതിയായ സംസ്കൃതമായ പദാവലി അഥവാ അറിവിൻ്റെ ആനന്ദത്തിൽ രമിപ്പിക്കുന്ന പദാവലി സലക്ഷണമായിട്ട് തോന്നണം. അതിനായിക്കൊണ്ട് ഹേ സരസ്വതി എൻ്റെ നാവിൽ വസിച്ചാലും. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം. വിഷ്ണുജോദ്ഭവസുതനന്ദനപുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തപോധനൻ. വിഷ്ണു തൻ മായാഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്നേൻ. ആരംഭത്തിൽ ശ്രീരാമനെ വന്ദിച്ചു. രാമായണ ആരംഭത്തിൽ ശ്രീരാമനെ തന്നെയാണ് വന്ദിക്കേണ്ടത്. അതുതന്നെ ഇഷ്ടദേവത, അതുതന്നെ വിഷയവും. തുടർന്ന് ഇഷ്ടദേവതാ വന്ദനമായ ശ്രീകൃഷ്ണ നമസ്കാരം ചെയ്യാണ്. വൃഷ്ണിവംശത്തിൽ വന്ന് കൃഷ്ണനായി ജനിച്ച സാക്ഷാൽ ഭഗവാൻ വിഷ്ണു, സർവവ്യാപിയായിരിക്കുന്ന ഭഗവാൻ, അതാണ് വിശ്വാത്മാവായിരിക്കുന്ന, വിശ്വത്തിൻ്റെ മുഴുവൻ ആത്മഭാവമായിരിക്കുന്ന വിഷ്ണു സർവവ്യാപി. സർവവ്യാപിയായിരിക്കുന്ന ഭഗവാനാണ് വൃഷ്ണിവംശത്തിൽ ശ്രീകൃഷ്ണനായി വന്ന് ജനിച്ചത്. അങ്ങനെയുള്ള ശ്രീകൃഷ്ണൻ വിശേഷമായി അനുഗ്രഹിക്കണമേ. അതിവിടെ കവിയുടെ ഇഷ്ടദേവതയാണ്. ആ ഇഷ്ടദേവതാ വന്ദനം പൈങ്കിളിയിലൂടെ ചെയ്യിക്കുകയാണ്. തുടർന്ന് വിഷ്ണുജോദ്ഭവസുതനന്ദനപുത്രൻ വ്യാസൻ, വിഷ്ണുവിൽ നിന്ന് ജനിച്ചവൻ വിഷ്ണുജൻ. വിഷ്ണുജൻ ബ്രഹ്മാവ്, വിഷ്ണുവിൻ്റെ നാഭി കമലത്തിൽ നിന്ന് ജനിച്ചവൻ ബ്രഹ്മാവ്. ആ വിഷ്ണുജൻ്റെ സുതൻ, ബ്രഹ്മാവിൻ്റെ പുത്രൻ വസിഷ്ഠൻ. വിഷ്ണുജോദ്ഭവസുത നന്ദന. അപ്പോൾ വിഷ്ണുജൻ ബ്രഹ്മാവ്, വിഷ്ണുജനിൽ നിന്ന് ഉദ്ഭവിച്ചവൻ വസിഷ്ഠൻ, വസിഷ്ഠൻ്റെ പുത്രൻ ശക്തി. ആ ശക്തിയുടെ നന്ദനൻ പരാശരൻ, പരാശരൻ്റെ പുത്രൻ വ്യാസൻ, കൃഷ്ണദ്വൈപായന വ്യാസൻ. അപ്പോൾ വിഷ്ണുജോദ്ഭവസുതനന്ദനപുത്രൻ, വിഷ്ണുവിൻ്റെ പുത്രനായ ബ്രഹ്മാവിൻ്റെ പുത്രനായ വസിഷ്ഠൻ്റെ പുത്രനായ ശക്തിയുടെ പുത്രനായ പരാശരൻ്റെ പുത്രനായ വ്യാസൻ. അവിടെ പരമ്പരയാണ്. ഇവിടെ വ്യാസനെ നമിക്കുമ്പോൾ വ്യാസൻ്റെ പാരമ്പര്യക്രമത്തെ പറഞ്ഞുകൊണ്ട്
ഇങ്ങനെ പരമ്പരാപ്രാപ്തമായിരിക്കണം വിദ്യ, ഗുരു ശിഷ്യ പരമ്പരാപ്രാപ്തമായിരിക്കണം എന്ന് സൂചിപ്പിക്കുകയും വിദ്യാസമ്പ്രദായത്തെ സ്തുതിക്കുക കൂടി ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെയുള്ള വ്യാസൻ വേദങ്ങളെ വ്യസിച്ചവൻ, സകല വേദങ്ങളെയും വ്യസിച്ച ഭഗവാൻ കൃഷ്ണദ്വൈപായനൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ. സാക്ഷാൽ വിഷ്ണു വ്യാസനായി അവതരിച്ചിരിക്കുകയാണ്. വ്യാസായ വിഷ്ണു രൂപായ എന്ന് വ്യാസൻ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സാക്ഷാൽ വിഷ്ണു രൂപനാണ് വ്യാസനായി വന്നിട്ടുള്ളത്. വിഷ്ണു തന്നെ വ്യാസനായി വന്നു. അങ്ങനെയുള്ള കൃഷ്ണദ്വൈപായന വ്യാസൻ തപോധനൻ, തപസാകുന്ന ധനത്തോടു കൂടിയവൻ, വിഷ്ണു തൻ മായാഗുണചരിത്രമെല്ലാം കണ്ട, വിഷ്ണുവിൻ്റെ എല്ലാ മായാചരിത്രങ്ങളും, മായാചരിത്രം മായികമായ ചരിത്രം, പാരമാർത്ഥികമായി വിഷ്ണു ഒന്നും ചെയ്യുന്നില്ല, ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല, ഒന്നും ചെയ്യുന്നുമില്ല. അവിടെ നിഗ്രഹമോ അനുഗ്രഹമോ ഇല്ല. അത് പാരമാർത്ഥിക രൂപം. എന്നാൽ മായികമായ ഭാവത്തെ സ്വീകരിച്ച്, മായയെ വശീകരിച്ച് ജഗത് സംരക്ഷണത്തിനായിക്കൊണ്ട് പലവിധ ലീലകളാടുകയാണ്. ആ മായാലീലകളെ മുഴുവൻ നേരിട്ട് മനസ്സിലാക്കി സാക്ഷാത്കരിച്ചവനായ കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. കൃഷ്ണദ്വൈപായന വ്യാസനാകുന്ന പുരാണകർത്താവിനെ, 18 മഹാപുരാണങ്ങളെയും രചിച്ച പുരാണകർത്താവിനെ ഞാനിതാ നമസ്കരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു സംശയം സ്വാഭാവികമായിട്ട് വരികയാണ്. ആ സംശയം ഇതാണ്: ഗണപതിയെ വന്ദിച്ചു, സരസ്വതിയെ വന്ദിച്ചു, ഇഷ്ടദേവതാ വന്ദനം ചെയ്തു. അങ്ങനെ ഗണപതി, സരസ്വതി, ഇഷ്ടദേവതാ വന്ദനം കഴിഞ്ഞാൽ ഗുരുവെ വന്ദിക്കുന്ന സമയത്ത് ഏത് കൃതിയാണോ നമ്മളിവിടെ അനുവാദം ചെയ്യുന്നത്, ആ കൃതി രചിച്ച ഗുരുനാഥനെയല്ലേ വന്ദിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ വാൽമീകിയെയാണല്ലോ വന്ദിക്കേണ്ടത്. കാരണം രാമായണം വാൽമീകിയാണല്ലോ വിരചിച്ചത്. എന്നാൽ തുടർന്നാണ് വാൽമീകിയെ വന്ദിക്കുന്നത്. വാൽമീകി മഹർഷിയെ വന്ദിക്കുന്നതിന് മുമ്പ് ഇവിടെ വേദവ്യാസനെ വന്ദിച്ചിരിക്കുകയാണ്. ഈ ക്രമം ശരിയാണോ, ഇത് തെറ്റല്ലേ എന്ന് സംശയം. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എഴുത്തച്ഛൻ നമുക്ക് വേണ്ടി അനുവാദം ചെയ്യുന്നത് വാൽമീകീയ രാമായണത്തെ അല്ല, അധ്യാത്മരാമായണത്തെയാണ്. അധ്യാത്മരാമായണ കർത്താവ് വ്യാസനാണെന്നാണ് നമ്മുടെ മാന്യത. അങ്ങനെയാണ് നമ്മൾ പരമ്പരയെ മാനിച്ചു പോരുന്നത്. അതുകൊണ്ട് അധ്യാത്മരാമായണത്തെ മലയാളത്തിലേക്ക് അനുവാദം ചെയ്യുന്ന സന്ദർഭത്തിൽ അധ്യാത്മരാമായണ കർത്താവായ വ്യാസനെയാണ് ആദ്യം നമിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിയാൽ ഈ വന്ദനം ഏറ്റവും ഉചിതമാണെന്ന് മനസ്സിലാവും. ഏറ്റവും ഉചിതമാണ്. അതുകൊണ്ടാണ് വാൽമീകിയെ നമിക്കുന്നതിന് മുമ്പ് വ്യാസനെ നമിച്ചത്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ തലമുറകളായി മാനിച്ച് പോരുന്നത് 18 മഹാപുരാണങ്ങളിലൊന്നായ ബ്രഹ്മാണ്ഡ പുരാണത്തിൻ്റെ ഉത്തരഖണ്ഡത്തിലാണ് അധ്യാത്മരാമായണം ഉള്ളടങ്ങിയിട്ടുള്ളത് എന്നാണ്. എന്നാൽ ഇതിനെ എതിർത്തുകൊണ്ട് വിദ്വാൻമാർക്കിടയ്ക്കൊരു പക്ഷമുണ്ട്. അത് 5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മധ്യഭാരതത്തിൽ മഹാരാഷ്ട്രത്തിൽ നിവസിച്ചിരുന്ന രാമചന്ദ്ര പണ്ഡിതൻ എന്നുള്ള ഒരു വിദ്വാനാണ് അധ്യാത്മരാമായണം എഴുതിയത്, അല്ലാതെ അധ്യാത്മരാമായണം വ്യാസകൃതമൊന്നും അല്ല എന്ന് പല വിദ്വാൻമാരും പ്രചരിപ്പിക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഒരു മഹാരാഷ്ട്ര പണ്ഡിതനാൽ രചിക്കപ്പെട്ടതാണെങ്കിൽ സമാനമായ നൂറ്റാണ്ടിൽ തന്നെ മലയാളിയായ എഴുത്തച്ഛൻ അത് തർജ്ജമ ചെയ്യും എന്ന് തോന്നുന്നില്ല. ഇനി
പരമ്പരാഗതമായി നമ്മൾ വിശ്വസിച്ച് മാനിച്ചു പോരുന്നത് ഇത് വ്യാസകൃതമാണെന്നാണ്. ഏതായാലും ഇത് മലയാളത്തിലേക്ക് അനുവാദം ചെയ്ത എഴുത്തച്ഛൻ്റെ മാന്യത ഇത് വ്യാസകൃതമാണെന്നാണ്. അതുകൊണ്ടാണല്ലോ വാൽമീകിയെ നമസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ വ്യാസനെ നമസ്കരിച്ചത്. ഇത് വളരെ ശ്രദ്ധേയമാണ്. ഗണപതിയെയും സരസ്വതിയെയും വന്ദിച്ചു കഴിഞ്ഞ് വ്യാസനെയാണ് ഇവിടെ എഴുത്തച്ഛൻ വന്ദിക്കുന്നതെന്നത് ശ്രദ്ധേയമാണ്. അതിന് കാരണം ഇത് അധ്യാത്മരാമായണം വ്യാസകൃതമായതുകൊണ്ടാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. നമസ്തേ.